പരിശുദ്ധ ഖുർആനിൽ കാണാം ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. നിങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യണം. എങ്ങനെ? മുഖ്ലിസൻ ലഹുദ്ദീൻ, കീഴ്വണക്കം അവന് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് ായ റബ്ബിന് മാത്രമാണ്. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടി കീഴ്വണക്കം അല്ലാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുവാനാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇഖ്ലാസ്, ആത്മാർത്ഥത, ദൈവപ്രീതി മാത്രം കാക്ഷിക്കൽ, അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആദർശം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ തൗഹീദ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലുത്, അല്ലാഹുവാണ് എല്ലാം എന്ന് ഒരു അടിമ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ജീവിതത്തെ പരിപൂർണമായും റഹ്മാനായ റബ്ബിന് സമർപ്പിക്കുവാൻ ഒരടിമ തയ്യാറാകും. അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എന്നെ മരിപ്പിക്കുന്നത്, അവനാണ് എനിക്ക് ജീവിതം നൽകിയത്, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, അവനാകുന്നു സസ്യലതാദികളെ മുളപ്പിക്കുന്നത്, അവനാകുന്നു മഴ വർഷിപ്പിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയുകയുള്ളൂ. സൃഷ്ടികൾ അഖിലവും ഒരുമിച്ച് ചേർന്നാലും എനിക്കൊരു ഉപകാരം ചെയ്യാൻ റഹ്മാനായ റബ്ബ് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ആ ഉപകാരം എനിക്ക് ലഭിക്കുകയില്ല. സൃഷ്ടികൾ അഖിലവും ഒരുമിച്ച് ചേർന്ന് എന്നെ ഉപദ്രവിക്കാൻ വിചാരിച്ചാലും റഹ്മാനായ റബ്ബ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. അങ്ങനെയുള്ള പ്രപഞ്ചത്തിന്റെ നാഥനാണ് അല്ലാഹു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരെ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഒഴിവാക്കും. ഏകനായ റഹ്മാനായ റബ്ബിനെ മാത്രം, അവന്റെ കൽപ്പനകളെ മാത്രം ശ്രദ്ധിക്കുന്ന അവസ്ഥയുണ്ടാകും. അതാണ് യഥാർത്ഥ ഇഖ്ലാസ്. അതിന്റെ മാതൃകയാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം.